ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആനിമി സീരീസിലെ മൂന്നാമത്തെ സീസണിലെ ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എനിക്ക് ക്ഷമ ചോദിക്കാനുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇനി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. കാര്യം ഇനി എക്സാം തുടങ്ങാൻ ആകെ കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ എക്സാം പാസ്സാവണമെങ്കിൽ തന്നെ എന്തെങ്കിലും എഴുതി വെക്കണ്ടേ. അത് കാരണമാണ് ഇനി ഒരാഴ്ചക്ക് നമ്മൾ വീഡിയോ ഇടാത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാൻ ആൻഡ് ട്രൂപ്പ് എന്ന ആർക്ക് ഒരു എപ്പിസോഡ് ഓരോ വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതിന് കാരണം എന്ന് വെച്ചാൽ 2-3 എപ്പിസോഡിലൊക്കെ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ നല്ല വലിയ ഫയലായ കാരണം തന്നെ 4-5 GB പോലും ഓരോരു വീഡിയോക്ക് വേണ്ടി വരും. അപ്പോൾ ഇത് എക്സ്പോർട്ട് ആയി കിട്ടാൻ കുറെ സമയം പിടിക്കും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ലാഗും ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്കാണ്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കാണുന്നത് ഹണ്ടേഴ്സിന് ജോലി കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആ ഒരു ഏജൻസിയാണ്. ആ ഒരു ഏജൻസിയുടെ ഉള്ളിൽ നമ്മൾ കുറാപ്പിക ഉണ്ടായിരുന്നു. ഈ ഒരു ഏജൻസിയിൽ കുറാപ്പിക കുറെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോഴാണെങ്കിൽ അവന് എന്ന ടെക്നിക്കിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത കാരണം അവന് അവിടുത്തെ ജോലി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മളെ കുറാപ്പിക 1/2 വർഷം കൊണ്ട് എന്ന ടെക്നിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇപ്പൊ വീണ്ടും ഈ ഒരു ഏജൻസിയിലോട്ട് വന്നിരിക്കുകയാണ്. അന്ന് അവിടെ ഉണ്ടാകുന്ന ലേഡിയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. ആ ഒരു ലേഡി കുറാപ്പിയുടെ അടുത്ത് പറയാണ്, നീ ഇവിടെ വന്നതിന് ശേഷം ആ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കാരണം ഇപ്പോഴും എനിക്ക് നിന്നെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കുറാപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നതാണ്. അന്ന് അവന് നെന്നിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത കാരണം അവനെ പുറത്താക്കിയിരുന്നു. അപ്പോഴാണെങ്കിൽ ഒരാൾ അവനെ വന്നിട്ട് ട്രെയിനിങ് ചെയ്തു. എന്നിട്ട് അവനെ നെന്നത് ടെക്നിക്കിനെ കുറിച്ച് എല്ലാതും പഠിപ്പിച്ചു കൊടുത്തു. ഇനി ആ പഠിപ്പിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ അവന്റെ മാസ്റ്റർ പറയാണ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിന്റെ ഓറ ഏത് കാറ്റഗറിയിലോട്ടാണ് പോകുന്നതെന്നാണ്. അതിനായി അവന്റെ മുമ്പിൽ ഒരു ക്ലാസ് വെച്ചിട്ട് നമ്മുടെ വിങ് മാസ്റ്റർ ഗോണ്ടയും കിൽവയും കാറ്റഗറി കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മുടെ കുറാപ്പിക്കര മാസ്റ്റർ കുറാപ്പിക്കരോടൊന്നും ചെയ്യാൻ പറയുന്നു. ആ ഒരു വെള്ളം നിറഞ്ഞ ക്ലാസ്സിന് നേരെ അവന്റെ റൺ യൂസ് ചെയ്യാൻ പറയുന്നു. അതേപോലെ ചെയ്തപ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു എനർജി ഫോം ചെയ്ത പോലെ. അപ്പൊ അവന്റെ മാസ്റ്റർ പറയാണ്, അതിനർത്ഥം നീ ഒരു കോഞ്ചറർ കാറ്റഗറിയിൽ പെട്ടവനാണെന്നാണ്. ഈ ഒരു കോഞ്ചറർ കാറ്റഗറി പെട്ട എല്ലാവർക്കും അവരെ ഓറ വേറൊരു സാധനത്തിന്റെ മേലെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കുറാപ്പിക താൻ കോഞ്ചർ എന്ന കാറ്റഗറിയിൽ പെട്ടവനാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് നിരാശനായിട്ട് എനിക്ക് എൻഹാൻസർ കാറ്റഗറിയിൽ വന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പൊ അവന്റെ മാസ്റ്റർ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി, നമ്മൾ എന്തിലാണോ ജനിച്ചത് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മാത്രമല്ല നിനക്ക് ഇനിയും എൻഹാൻസർ എന്ന കാറ്റഗറിയിലെ ടെക്നിക്സ് പഠിക്കാൻ സാധിക്കും. നിന്റെ കാറ്റഗറി കോഞ്ചർ എന്ന കാറ്റഗറി അല്ലേ, അപ്പൊ നിനക്ക് കോഞ്ചർ എന്ന കാറ്റഗറിയിലെ ടെക്നിക്സ് മാസ്റ്റർ ചെയ്യാൻ 100% ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻഹാൻസർ എന്ന ടെക്നിക് പഠിക്കാനായി 60% ചാൻസും ട്രാൻസ്മ്യൂട്ടർ പഠിക്കാനായി 80% ചാൻസും എമിറ്റർ എന്ന കാറ്റഗറിക്ക് 40%, മാനിപ്പുലേറ്റേഴ്സ് എന്ന കാറ്റഗറിക്ക് 60%, ഇനി അവസാനത്തെ സ്പെഷ്യലിസ്റ്റ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ടെക്നിക്സ് പഠിക്കാനായി 0% ആണ്. നീ ജനിച്ചപ്പോൾ തന്നെ നിനക്ക് കിട്ടിയ കാറ്റഗറി അല്ലാണ്ട് വേറെ ഒരു കാറ്റഗറിയിലെ ടെക്നിക്സും നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ കുറാപ്പിക ഓക്കെ, എന്നാലും സ്പെഷ്യലിസ്റ്റ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ടെക്നിക്സ് മാസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ടാണ് 0 ചാൻസ്? അപ്പൊ അവന്റെ മാസ്റ്റർ അവന് മറുപടി കൊടുക്കാണ്, സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതിലെ ടെക്നിക്സ് ഒന്നും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ജനറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും സ്പെഷ്യലിസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുക. ഇനി നിനക്ക് കോഞ്ചർ എന്ന കാറ്റഗറി മാസ്റ്റർ ചെയ്തതിനു ശേഷം എൻഹാൻസർ എന്ന കാറ്റഗറി മാസ്റ്റർ ചെയ്യുന്നതായിരിക്കും നിന്റെ ആവശ്യം നിറവേറാൻ ഏറ്റവും സഹായിക്കുന്നത്. അതിൽ നമുക്ക് ഡിഫൻസിലും ഒഫൻസിലും പിന്നെ ഹീലിംഗ് കാപ്പബിലിറ്റീസ് വരെ ഉണ്ട്. പക്ഷേ നീ ഒരു കോഞ്ചറർ അല്ലേ, അപ്പൊ നിനക്ക് എൻഹാൻസർ എന്ന ടെക്നിക് കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇനി നീ അത് മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതലുള്ള കാരണം തന്നെ അതിന് നിന്നെ വീക്കനാക്കാൻ സാധിക്കും. അപ്പൊ കുറാപ്പിക അതൊക്കെ കേട്ടുന്നതുകൊണ്ട്, ഞാൻ കോഞ്ചർ എന്ന കാറ്റഗറി കംപ്ലീറ്റ് ആയിട്ട് മാസ്റ്റർ ആക്കുകയാണെങ്കിൽ അതും എൻഹാൻസർ എന്ന കാറ്റഗറി മാസ്റ്റർ ചെയ്താൽ കിട്ടുന്ന അതേ സ്ട്രെങ്ത്തും സെയിം ആയിരിക്കുമെന്ന് കുറാപ്പിക തന്നെ മാസ്റ്റർ എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ മാസ്റ്റർ മറുപടി പറയാണ്, കോഞ്ചറേഴ്സ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരൊക്കെ സാധാരണ എപ്പോഴും വീക്ക് ആയിട്ടാണ് ഇരിക്കാറ്. പക്ഷെ അതിന് പകരമായി തന്റെ ഫുൾ സ്ട്രെങ്ത് എപ്പോഴാണ് ആവശ്യം ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു കോഞ്ചർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് സാധിക്കും. കൂടാതെ അവർക്ക് അവർ യൂസ് ചെയ്യുന്ന വെപ്പണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന് അവരെ ഓറ യൂസ് ചെയ്ത് കോഞ്ചർ ചെയ്തിട്ട് സ്ട്രോങ്ങർ ആക്കി എടുക്കാൻ സാധിക്കും. ഇനി നിനക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ നീ കോഞ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും വെപ്പൺ നീ കണ്ടുപിടിക്കുക. അതിപ്പോ നിന്റെ വാളായാലും കുഴപ്പമില്ല. ശേഷം നമ്മൾ കാണുന്നത് പ്രസന്റ് ആണ്. നിനക്ക് നെന്ന ടെക്നിക്കിനെ കുറിച്ച് പഠിക്കാനായി 1/2 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് അവിടെ ഉണ്ടായിരുന്ന ലേഡി കുറാപ്പിക്കയുടെ ടാലന്റിനെ പ്രശംസിച്ചുകൊണ്ട് അവനോട് പറയുന്നു. ശേഷം അവനോട് നിനക്ക് എങ്ങനത്തെ എംപ്ലോയറിന്റെ ഹണ്ടർ ആയിട്ട് ഇരിക്കാനാണ് താല്പര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെ കുറാപ്പിക ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയാണ്, ഞാനിപ്പോ നോക്കുന്നത് യോക്ക് ന്യൂസിൽ വെച്ച് നടക്കുന്ന ഓപ്ഷനെ കുറിച്ച് നല്ല അറിവുള്ള ഒരാളെയാണ്. നിങ്ങൾക്ക് അറിയാത്തവർക്കായി ഞാൻ പറയാം, കുറാപ്പിക നീ ചെയ്യാൻ പോകുന്ന ജോലി ഏകദേശം ഒരു ബോഡി ഗാർഡിന്റെ പോലെ ആയിരിക്കും ഉണ്ടാവുക. ശേഷം അവർ ലേഡി കുറാപ്പിക പറഞ്ഞ പോലെ ഈ ഒരു യോക്ക് ന്യൂസ് സിറ്റിയിൽ ആരെങ്കിലും ഹണ്ടേഴ്സിനെ തേടുന്നവരുണ്ടോ എന്ന് നോക്കുകയാണ്. അതിനിടയ്ക്ക് ആ ഒരു ലേഡി കുറാപ്പിക അടുത്ത് പറയുന്നുണ്ട്, നീ ഇതിനു മുമ്പ് ഒരു ജോലിയും ചെയ്യാത്ത കാരണം തന്നെ നിനക്ക് 0 എക്സ്പീരിയൻസ് ആണ്. അതിനാൽ നിന്നെ ആരെങ്കിലും എടുക്കുമെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും 3 ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അവരെങ്ങനത്തെ ആൾക്കാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള മേഖല നിനക്ക് ചൂസ് ചെയ്യാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തോക്കിനെ കുറിച്ച് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. ഒരു തോക്ക് ഭ്രാന്തൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത ആളെന്ന് വെച്ചാൽ
ഫൈൻ ചൈനയുടെ കളക്ടറാണ്. ഇനി മൂന്നാമത്തെ ആളെന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ള നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മളെ കുറാപ്പിക മൂന്നാമത്തെ ആളെയാണ് ചൂസ് ചെയ്യുന്നത്. സോ അതിന് കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് ഇഷ്ടമുള്ള നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ അതിൽ കുറാപ്പികയുടെ ക്ലാന്റെ കണ്ണായ സ്കാർലറ്റ് ഐസും ഇവർ പൈസ കൊടുത്ത് മേടിക്കും. ശേഷം വീണ്ടും ട്രെയിനിങ് നടക്കുന്ന സമയമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മളെ കുറാപ്പിക അവന്റെ ഓറ യൂസ് ചെയ്ത് കോൺജർ ചെയ്യാൻ അവനൊരു വെപ്പൺ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് ചെയിൻസ്, ചങ്ങല. അപ്പൊ അവന്റെ മാസ്റ്റർ എന്തുകൊണ്ടാണ് ചങ്ങല ചൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ നരകത്തിലോട്ട് ചങ്ങലയിൽ ഇടേണ്ട കുറെ പേർ ഇപ്പോഴും ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. സോ അവരെ ചങ്ങല ചൂസ് ചെയ്ത് നരകത്തിലോട്ട് അയക്കാൻ തന്നെയാണ് നമ്മളെ കുറാപ്പിക്കയുടെ പ്ലാൻ. അപ്പൊ അവന്റെ മാസ്റ്റർ പറയാണ്, എനിക്കിപ്പോ തോന്നുന്നത് നീ നിന്നെ തന്നെ ഓവറായിട്ട് പ്രഷർ എടുത്തിട്ട് ചങ്ങല ഇടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളെ കുറാപ്പിക തന്റെ മാസ്റ്ററോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തനിക്ക് അതിനെ കുറിച്ച് എന്ത് തേങ്ങ അറിയാന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ അവന്റെ മാസ്റ്റർ അവനെ ബാക്കിൽ നിന്ന് വിളിച്ചിട്ട് ഞാനിപ്പോഴും ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. ഒരിക്കലും പൊട്ടാത്ത ചങ്ങലയെ കോൺജർ ചെയ്യുന്നത് അസാധ്യമായ കാര്യമാണ്. അതൊന്നും നീ എത്ര ശ്രമിച്ചാലും നിനക്ക് സാധിക്കില്ല. ഇതേ സമയം നമ്മളെ കുറാപ്പിക ഇതൊന്നും കേൾക്കാണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പൊ പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. കുറാപ്പിക ആ ഒരു ഏജൻസിയിൽ നിന്ന് തന്റെ മാസ്റ്ററൊക്കെ തീരുമാനം ചെയ്യാൻ അങ്ങനെ നടക്കുന്ന സമയത്താണ് അവന്റെ അടുത്തൂടെ ഈ ഒരു ഏജൻസിയിലോട്ട് വേറൊരാൾ കടന്നു പോകുന്നത്. ഇയാൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. തൽക്കാലം നമുക്ക് പെണ്ണെന്ന് വിശേഷിപ്പിക്കാം. സോ ഈ ഒരു ലേഡി കുറാപ്പികയെ പാസ് ചെയ്ത് പോയപ്പോ അവന്റെ വൈരാഗ്യം നിറഞ്ഞ ഹൃദയമെടുപ്പ് ഈ ഒരു ലേഡിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ശേഷം ഈ ഒരു ലേഡി ആ ഒരു ഏജൻസിയുടെ ഉള്ളിലോട്ട് കയറുകയും നമ്മുടെ കുറാപ്പിക ഏത് സ്ഥലമാണോ ചൂസ് ചെയ്തത് ആ ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് ഈ ഒരു ലേഡിയും വരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വേറൊരു ലേഡിയാണ് കാണുന്നത്. ആ ഒരു ലേഡി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിത്തെ ഡോർ തുറക്കുകയും അതിൽ നിന്ന് ഒരു പയ്യന്റെ ഒപ്പം ആ ഒരു ലേഡി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു 4 പേർ ഈ ഒരു ലേഡിയോട് വന്നിട്ട് പറയുന്നത്, നീ എന്തിനാ ഈ പൊട്ടന്റെ ഒപ്പമൊക്കെ ഡേറ്റിന് പോകുന്നത്? നിനക്ക് വേണമെങ്കിൽ ഞങ്ങളോടൊപ്പം ഡേറ്റിന് വരാം. അയ്യോ അതെനിക്ക് പറ്റും തോന്നില്ല, കാരണം ഞാനൊരു ഡേറ്റിലല്ല, ഞാനിപ്പോ എന്റെ ജോലിയുടെ ഇടയിലാണ്. എന്നിട്ട് ആ ലേഡി തന്റെ ബാക്കിലുള്ള പയ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് എന്റെ എംപ്ലോയർ ആണ്, ഞാനും എന്റെ ബോഡി ഗാർഡാണ്. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന 4 പേരുണ്ടാ ഈ ഒരു ലേഡി പറയുന്നത് കേട്ട് ഈ ലേഡി കളിയാക്കിക്കൊണ്ട് 4 പേരും ചിരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരുത്തം പറയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് നീ എന്റെ ബോഡി ഗോഡ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ആ ലേഡി പറയാണ്, കാണാൻ കൊള്ളാത്തവന്മാരുടെ ബോഡിയൊന്നും ഞാൻ ഗോഡ് ചെയ്യാറില്ല. ഇത് കേട്ടവൻ ആ ലേഡി ദേഷ്യം പിടിക്കാൻ പോകുന്ന സമയത്തുണ്ടാ ആ ലേഡി ഇവനെ കിസ് ചെയ്യുന്നു. ഞാൻ ആരൊക്കെ കിസ് ചെയ്യുന്നോ അവരൊക്കെ എന്റെ അടിമായി മാറും. എന്നിട്ട് അവനെ നോക്കുകയാണെങ്കിൽ ചെക്കൻ ആകെ ബ്ലഷ് അടിച്ച് എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയും മാസ്റ്റർ. സോ ഇവൻ ശരിക്കും ആ ലേഡിയുടെ അടിമായി മാറിയിട്ടുണ്ട്. എന്നിട്ട് ആ ലേഡി ഇവനോട് പറയാണ് അവന്റെ കൂടെയുള്ളവരൊക്കെ അടിച്ചിടാൻ. അപ്പൊ അവനാണെങ്കിൽ അതിനിപ്പോ ഞാൻ ഇപ്പൊ ചെയ്യാം എന്നും പറഞ്ഞ് അവൻ എല്ലാവരും അടിച്ചിടാണ്. സോ ഇതൊക്കെ കണ്ട് ആ ലേഡിയുടെ എംപ്ലോയർ അവിടെ നിന്ന് പേടിച്ചോടി പോവാണ്. അതിനുശേഷം നമ്മൾ വേറൊരാളാണ് കാണുന്നത്. അയാളാണെങ്കിൽ ഈ ഒരു ചന്ദ്രന്റെ നിലാവിൽ നല്ല കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവനോട് അവൻ മോഷ്ടിച്ച എന്തിന്റെയൊക്കെ സാമ്പിൾസ് തിരിച്ചു കൊടുക്കാൻ പറയാണ്. അപ്പൊ അവനാണെങ്കിൽ ഞാനിപ്പോ നല്ല സുഖത്തിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ അടുക്ക് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ എന്റെ തനി കൊണം നിങ്ങൾ കാണുമെന്ന് അവൻ പറയാണ്. അപ്പൊ അവിടെ വന്ന പോലീസുകാർ ഇവൻക്കെതിരെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ഇയാളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഈ ഒരു പോലീസുകാരെ വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ ഡിഫീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് വീണ്ടും അയാളുടെ കവിത എഴുതാൻ തുടങ്ങുന്നു. അതിനുശേഷം നമ്മൾ കുറാപ്പിക വരേണ്ട ആ ഒരു മാൻഷനാണ് കാണുന്നത്. ആ ഒരു മാൻഷന്റെ മുൻഭാഗത്തായിട്ട് ഒരാളിരുന്നിട്ട് ഈ ഒരു ജോലി ശരിയാവാണെങ്കിൽ എല്ലാ കഷ്ടപ്പാടും നിൽക്കും, നിന്നെ എന്റെ ചെലവിൽ ഞാൻ സംരക്ഷിച്ചോളാം, നമ്മുടെ എല്ലാ വളർത്തുന്നായും എല്ലാത്തിനും ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കിയേക്കാം, നീ എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എലീസ എന്നൊക്കെ ആ ഒരു മാൻഷന്റെ മുമ്പിൽ നിന്ന് ഒരാളിങ്ങനെ അയാളുടെ ഭാര്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ മാൻഷന്റെ ഗേറ്റിന് മുന്നോട്ട് നമ്മളെ കുറാപ്പിക വരുന്നതാണ്. എന്നിട്ട് ആ ഒരു ഗേറ്റിന്റെ മേലുള്ള ബെല്ലടിച്ചതിന് ശേഷം ഞാൻ ഒരു ഏജൻസിയിൽ നിന്ന് വരുന്നതാണ്, എന്റെ പേര് കുറാപ്പിക എന്നും എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്പീക്കറിലൂടെ ആ ഒരു മാൻഷന്റെ അകത്തോട്ട് സംസാരിക്കുകയാണ് നമ്മളെ കുറാപ്പിക. അതിനുശേഷം ആ ഒരു മാൻഷന്റെ അകത്ത് നിന്ന് ഒരാൾ വന്നിട്ട് കുറാപ്പികയെ ഉള്ളിലോട്ട് ക്ഷണിക്കുകയും ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മളെ കുറാപ്പിക ആ ഒരു റൂമിന്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ പേരും അവിടെ ഉണ്ടായിരുന്നു. ഏജൻസിയിൽ നിന്ന് വന്ന ആളും ആ ഒരു ബോഡി ഗാർഡ് ലേഡിയും കവിത എഴുതിക്കൊണ്ടിരിക്കുന്ന ആളും വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളും ഇതുകൂടാതെ വേറൊരു ഓറഞ്ച് തലയുള്ള ആളും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നേരത്തെ കണ്ട ആൾ വന്നിട്ട് പറയുന്നത്, ഇപ്പോ എല്ലാവരും വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം എന്നും പറഞ്ഞ റിമോട്ട് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന TV ഓൺ ചെയ്യാണ്. അപ്പൊ ആ ടിവിയിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞു തുടങ്ങാം, നിങ്ങൾക്ക് ഹണ്ടർ ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഞങ്ങൾ പറയുന്ന ഐറ്റംസ് നിങ്ങൾ കളക്ട് ചെയ്ത് വരണം. ഈ ഒരു വലിയ ലാലമടി തുടങ്ങുന്നതിന് മുമ്പ് ഇനി 1 മാസം കൂടിയുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ തരുന്ന ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുതരണം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ലിസ്റ്റ് വെച്ച് കൊടുക്കാണ്. അങ്ങനെ നമ്മളെ കുറാപ്പികൾക്കും ഒരു ലിസ്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു ലിസ്റ്റിലാണെങ്കിൽ ഈജിപ്ത്യൻ മമ്മിയുടെ ഒരു വലതുകൈയും ഒറ്റക്കൊമ്പുള്ള ഒരു ജീവിയുടെ സ്കള്ളും തുടങ്ങി കുറെ കാര്യങ്ങൾ ആ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് നമ്മളെ കുറാപ്പിക ഒരു കാര്യം കണ്ടു നെട്ടുന്നത്. അതെന്തെന്ന് വെച്ചാൽ ദ ഐബോൾ ഓഫ് കുർട്ടാഗ്ലാൻസ്. അതെ, താനെന്താണോ ഇത്ര ദിവസം കാണാൻ വെറുത്തിരുന്നത്
അത് തന്നെ ഒന്നുകൂടി കണ്ടപ്പോൾ അവന്റെ ദേഷ്യം പകയായി ഇരട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് നേരത്തെ ടിവിയിൽ കണ്ട ആള് വന്നിട്ടും വീണ്ടും പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടുപിടിച്ച് വന്നാൽ മതി, അപ്പോൾ നിങ്ങളെ ഇവിടെ ജോയിൻ ആക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇതേ സമയം നാളെ കുറാപ്പിക്ക ഞാൻ എന്തായാലും ഈ ഒരു ടെസ്റ്റ് പാസ്സാവും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവർക്ക് പുറത്തു പോകേണ്ട ആ ഒരു വാതിൽ തുറക്കുന്നില്ല എന്ന് ഇവർ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേരത്തെ കണ്ട ആൾ ടി വിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിരിക്കുക എന്നാണ്. ഈ ഒരു മാൻഷന്റെ പുറത്തോട്ട് പോകാൻ മാത്രം സ്ട്രോങ് ആയിരിക്കുക. അപ്പോൾ തന്നെ കുറെ കറുപ്പ് ചൂട്ടൊക്കെ ഇട്ട് കുറെ പേർ ഇവരെ ആക്രമിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അവരുടെ കയ്യിലാണെങ്കിലോ കുറെ തോക്കുകളും വാളുകളും നിറഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നൊരു സസ്പെൻസ് കൂടി കാണിച്ചിട്ടാണ് നമ്മളെ ഫാൻറ്റം ട്രൂപ്പ് എന്ന ആർക്കിലെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്തേക്കുക. സോ ബൈ.